ക്വസ്റ്റ്യൻ നമ്പർ 3A ഓവർ ഹെഡ് റിലേറ്റഡ് ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ഓവർ ഹെഡ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ റെക്കർ ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മിഷൻ ഹവർ റേറ്റ്. മിഷൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മിഷൻ പെർ ഹവർ, അഥവാ ഒരു മണിക്കൂർ ഒരു മെഷീൻ റൺ ചെയ്യാനുള്ള കോസ്റ്റിനാണ് എന്ത് പറയുക? മിഷൻ ഹവർ റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഫാക്ടറി ഓവർ ഹെഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? മിഷൻ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതങ്ങനെ എല്ലാ ഫാക്ടറി ഓവർ കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ മിഷൻ ഹവേഴ്സ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഓരോ ഓവർ ഹെഡും 1 by 1 ആയി ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫ്രം ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് കോംപ്രഹെൻസീവ് മിഷൻ ഹവർ റേറ്റ്. ഒറിജിനൽ പർച്ചേസ് പ്രൈസ് ഓഫ് ദ മിഷൻ 3,24,000 ഡിപ്രീസിയേഷൻ 10% എന്നാണ് പറയുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ. അപ്പോൾ 3,24,000 10% പെർ ആനം ഡിപ്രീസിയേഷൻ കിട്ടും. നോർമൽ വർക്കിംഗ് ഹവേഴ്സ് ഫോർ എ മന്ത് 200 മണിക്കൂറാണ് നോർമൽ വർക്കിംഗ് ഹവേഴ്സ് ഒരു മാസം. പക്ഷേ മെഷീൻ 75% കപ്പാസിറ്റിയിലേ എന്ത് ചെയ്യുന്നുള്ളൂ? വർക്ക് ചെയ്യുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞ് 200 ഹവേഴ്സിൻ്റെ 75% എന്ത് ചെയ്യുള്ളൂ? പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. 25% എന്താണ്? അൺപ്രൊഡക്റ്റീവാണ്. അപ്പോൾ എഫക്റ്റീവ് മിഷൻ ഹവേഴ്സ് പറയുമ്പോൾ 200ൻ്റെ 75% എത്രയാണ്? 150 മണിക്കൂറേ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം. ഇവിടുത്തെ മെഷീൻ 75% വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എംപ്ലോയീസിന് എത്ര തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? 150 ഹവേഴ്സേ പറ്റുള്ളൂ. വേജസ് ഓഫ് മിഷൻ മാൻ്റെ വേജസ് 125 പെർ ഡേ ആണ്. ഒരു ദിവസം 125 8 ഹവേഴ്സാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് ഒരു ടിസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു ദിവസം 8 മണിക്കൂറാണ്. ഒരു മാസം 200 മണിക്കൂറാണെങ്കിൽ എത്ര ദിവസം ഉണ്ടാവും? 200 ഡിവൈഡഡ് ബൈ 8. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് പെർ മന്ത് കാണാൻ 200 ഡിവൈഡ് ബൈ 8 അടിച്ചാൽ മതി. എത്ര വരും? 25 ഡേയ്സ്. അപ്പോൾ 25 ഡേയ്സ് ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ടാണ് എത്ര ഉണ്ടാവുന്നത്? 200. പക്ഷേ 200 മണിക്കൂറും വർക്ക് ചെയ്യുന്നില്ല, 150 ഹവേഴ്സേ ഉള്ളൂ ഡ്യൂ ടു മിഷൻ കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ 125 ഇൻറ്റു 25 എടുത്ത് ചെയ്യാതെ എന്ത് കിട്ടും? സാലറി കിട്ടും. ഇതിനടുത്ത് വേജസ് ഓഫ് ഹെൽപ്പർ പറയുന്നുണ്ട് 75 പെർ ഡേ ആണ്. അപ്പോൾ 75 ഇൻറ്റു 25 അടിച്ച് അയാളുടെ സാലറി കിട്ടും, അയാളുടെ വേജസ് കിട്ടും. അപ്പോൾ 2 പേരുണ്ട്, മിഷൻ മാനുണ്ട് ഹെൽപ്പറുണ്ട്. ഇതിനടുത്തത് പവർ കോസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് ദ ടൈം വർക്ക്ഡ് തന്നിട്ടുണ്ട്. പവർ 15,000 രൂപ. ഓക്കെ അല്ലേ? നമുക്കത് വാരിയബിൾ കോസ്റ്റ് ആയിട്ട് എടുക്കാം. സൂപ്പർവൈസർ ചാർജ് അപ്പോർഷൻ ഓൺ ദ മിഷൻ സെൻറ്റർ ഫോർ ദ മന്ത്, അതും മന്ത്ലിയാണ് 3000. ഫിക്സഡ് കോസ്റ്റ് ഇലക്ട്രിസിറ്റി ലൈറ്റിംഗ് ഫോർ ദ മന്ത് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നു 7,500. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് മെഷീൻ ഇൻക്ലൂഡിങ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് വാരിയബിൾ കോസ്റ്റ് ആണ്, അത് പെർ മന്ത് തന്നെയാണ്. ഓക്കെ, ദെൻ ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്? ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അത് പെർ ആനാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊരു വർഷത്തിലേക്കല്ല, ഒരു മാസമാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അതർ എക്സ്പെൻസും എന്ത് ചെയ്യണം? ഒരു മാസത്തേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടുത്തെ മെയിനായിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വായിക്കാൻ പോകുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ വേജസുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ദ വർക്കർ ആർ പെയ്ഡ് ഫിക്സഡ് ഡിയർനെസ് അലവൻസ് 1,500 പെർ മന്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സാലറി 2 പേരുള്ളത്, മിഷൻ മാനും ഹെൽപ്പറും. അവരുടെ ബേസിക് സാലറി കാണാൻ പോവാണ്. മിഷൻ മാന് ഹെൽപ്പർ ബേസിക് സാലറി നമ്മൾ പറഞ്ഞ പോലെ 125 ഇൻറ്റു 25 75 ഉറുപ്പ്യ വെച്ചിട്ട് പിന്നെ 25 ദിവസം, അങ്ങനെ മൊത്തം 3,125 1,875. ഇതുകൂടാതെ ഇവർക്കൊരു ഡിയർനെസ് അലവൻസ് ഉണ്ട് അത്രേ. ഓക്കെ അല്ലേ? ഡിയർനെസ് അലവൻസ് 1,575 പെർ മന്ത്. വർക്കേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ട, വർക്കേഴ്സ് 2 പേർക്കും അതുണ്ട്. ആ DA കണ്ട, DA 2 പേർക്കും എഴുതി ആഡ് ചെയ്തു. ബേസിക്കും DAയും കൂടെ ആഡ് ചെയ്തൊരു ടോട്ടൽ കിട്ടി 4,700 3,450 നമുക്ക് ആവശ്യമുണ്ടത്. വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഇവർക്കൊരു ബോണസ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. എത്ര പറയുന്നത്? 33.33% ഓഫ് ബേസിക് വേജസ് ആൻഡ് ഡിയർനെസ് അലവൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ബേസിക് വേജസും
ഡിയർനെസ് അലവൻസും ആഡ് ചെയ്ത് ഈ 4700ൻ്റെയും 3450ൻ്റെയും എത്ര ശതമാനം 1/3 കണ്ടില്ലേ? ചെയ്ത് നോക്കിയാൽ കിട്ടും. 4700ൻ്റെ 1/3 കണ്ട് 1567 വരും. 3450ൻ്റെ 1/3 കണ്ടാൽ 1150 വരും. അപ്പോൾ ആഡ് ചെയ്യുന്നു. ദെൻ കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ലീവ് വേജസും ഉണ്ട്. ഹോളിഡേ വിത്ത് പേ അറൈവിംഗ് കോമ്പൻസേഷൻ ലേബർ വേജ് ഫോർ ഡെബിറ്റഡ് ടു പ്രൊഡക്ഷൻ. എത്ര? 10% ഓഫ് ബേസിക് വേജസ് ആൻഡ് ഡിയർനെസ് അലവൻസ്. തന്നെ ഈ പറയുന്ന 4700ൻ്റെ 10%, 470, 3450ൻ്റെ 10%, 345 ആഡ് ചെയ്താൽ ടോട്ടൽ വേജസ് കിട്ടും. ഓക്കെ അല്ലേ? ഈ ടോട്ടൽ വേജസാണ് നമ്മൾ എവിടെ എടുക്കുക? വേരിയബിൾ കോസ്റ്റായിട്ട് ഇവിടെ എടുക്കുക. കണ്ട 6735 അതേപോലെ തന്നെ 4945. പിന്നെ നമുക്കറിയാം ഇത് പെർ മന്താണ്. ഒരു മാസം എത്രയാണ് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്? 150 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ എന്തടിക്കണം? 150 അടിച്ചാൽ പെർ ഹവർ കിട്ടും. ഓക്കെ അല്ലേ? 6737 എന്ന് പറഞ്ഞാൽ 150 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ളതാണ്. സാറേ വന്ന് വെള്ളം വന്നു സാറേ. ഓക്കെ 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 ശരി. ദെൻ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ മുകളിൽ ഞാൻ പറഞ്ഞിരുന്നു എഴുതാൻ. ഡിപ്രീസിയേഷൻ 3,24,000ൻ്റെ 10%. അത് പെർ ആനല്ല പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 12 അടിക്കാം. സൂപ്പർവൈസറുടെ സാലറിയൊക്കെ പെർ മന്ത് തന്നുള്ള, ഇലക്ട്രിസിറ്റി പെർ മന്ത് തന്നിട്ടുണ്ട്, ഇൻഷുറൻസ് പെർ ആനം തന്നത് പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്ത്, അതർ എക്സ്പെൻസും പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്ത്, അങ്ങനെ ടോട്ടൽ 1,16,745.84 കിട്ടി. ഇത് 150 മണിക്കൂർ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ഫിക്സഡ് കോസ്റ്റ് 112.31. പിന്നെ മെഷീൻ ഇതൊക്കെ പറഞ്ഞതാണ്. പവർ പെർ മന്ത് തന്നിട്ടുള്ളത്, അതിനൊക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അങ്ങനെ മെഷീൻ ഹവർ റേറ്റ് 406.80 കിട്ടും. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സാധനം ഏതാണ്? ഈ വേജസ് കാൽക്കുലേഷനാണ്. നോർമലി അതങ്ങനെ നമ്മുടെ ടെക്സ്റ്റിലും പ്രീവിയസ് ഇയറിലൊന്നും വരാത്തൊരു ടൈപ്പ് സാധനമാണ്. ഓക്കെ, യാ. നമ്മുടെ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 ആർട്ടിക്കിളുണ്ട്, 2 പ്രൊഡക്റ്റുകളുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്. പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ ഫേം. From the details given below, prepare a statement regarding cost sheet and financial position. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നേതാണ് കോസ്റ്റ് ഷീറ്റ്, അത് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരം. പിന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ആക്ച്വലി ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റാണ്. ഇവരെന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ P&L ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് അസ്യൂം ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം, എന്നിട്ട് പ്രോഫിറ്റ് കാണും. പിന്നെ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും എന്ത് കാണണം? കോസ്റ്റ് ഷീറ്റ് പ്രോഫിറ്റ് കാണണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2 പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എ ഉണ്ട്, ബി ഉണ്ട്. കുഴപ്പമില്ലല്ലോ. ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര രൂപ വരും? 1 യൂണിറ്റ് എ ഉണ്ടാക്കാൻ 12.50. പിന്നെ ബി ഉണ്ടാക്കാൻ 7.5. പിന്നെ വേജസ് ഒരെണ്ണത്തിന് 10 രൂപ, 6 രൂപ. പ്രൊഡക്ഷൻ ഓവർഹെഡ് പറയുന്നത് ഡയറക്റ്റ് വേജസ് എത്രയാണ്? അതിൻ്റെ 100%. ഓഫീസ് ഓവർഹെഡ് ചാർജ് ചെയ്യുന്നതിന് 25% വർക്ക് കോസ്റ്റാണ്. പിന്നെ എത്ര യൂണിറ്റ് എ ഉണ്ടാക്കിയത്? 200. ബി എത്ര ഉണ്ടാക്കി? 500. എന്നിട്ട് എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 50. പിന്നെ അതാണ് 30. അതാണ് സെല്ലിംഗ് പ്രൈസ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് 4,800. പിന്നെ ഓഫീസ് ഓവർഹെഡ് 4,200. ഇത് ഏതിന് വേണ്ടിയിട്ടാണ്? ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എഴുതാനുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എഴുതാനുള്ള പ്രൊഡക്ഷൻ ഓവർഹെഡ് അതേപോലെ തന്നെ ഓഫീസ് ഓവർഹെഡ് ടുവേർഡ്സ് പ്രൊഡക്ഷൻ സെൻറ്റർ, ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓഫീസ് ഓവർഹെഡ് ഉണ്ട്, പിന്നെ അതുപോലെ ഇത് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്. അപ്പോൾ ഇത് മുകളിലത്തെ നമ്മൾ എന്താ പറയുക? അബ്സോർബ്ഡ് എന്ന് പറയും. ഇതെന്തെന്ന് പറയും? ആക്ച്വൽ എന്ന് പറയും. ആക്ച്വൽ എവിടെ കാണിക്കേണ്ടത്? ഫിനാൻഷ്യൽ അബ്സോർബ്ഡ് കോസ്റ്റിങ്ങിൽ. ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാം. കോസ്റ്റ് ഷീറ്റ് ഇപ്പോൾ സാധാരണ കാണുന്ന കോസ്റ്റ് ഷീറ്റിൽ നിന്ന് എന്താ വ്യത്യാസം? ഒന്നുമില്ല. ഇവിടെ 2 പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതാണ്. പ്രൊഡക്റ്റ് എ ഉണ്ട് 200, പ്രൊഡക്റ്റ് ബി ഇത്ര ഉണ്ട് 500. കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പെർ യൂണിറ്റ് എമൗണ്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ടോട്ടലാണ്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഇതാ 12.50, 7.50. ഒന്നും പറയാനില്ല. 12.50, 7.50. 12.50 × 200 അടിച്ചാൽ 2,500 വരും.
7.50 ഇൻറ്റു 500 ഓക്കെ അല്ലേ, 3750 വരും. ഓക്കെ, ഇതിനടുത്ത് ഡയറക്റ്റ് ഏതാണ്, വേജസ് ആണ്. ഏതാ, 10 പിന്നെ ഏതാണ്, 6 ആണ്. 10 ഇൻറ്റു 200 എത്രയാണ്, 2000. 6 ഇൻറ്റു 500 എത്ര, 3000. പിന്നെ അപ്പുറത്ത് ടോട്ടൽ ചെയ്യാൻ മറക്കണ്ട, 2500 ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയലായി. പിന്നെ അങ്ങനെ പ്രൈം കോസ്റ്റ് കിട്ടും. പിന്നെ പ്രൈം കോസ്റ്റിൻ്റെ കണ്ടു കഴിഞ്ഞാൽ വേജസ് 100% ഓഫ് വേജസ് ആണ് ഇത് ഫാക്ടറി ഓവർഹെഡ് വരിക. അപ്പോൾ 10ൻ്റെ 100% 10 തന്നെ, 6ൻ്റെ 100% 6 തന്നെ. അങ്ങനെ വർക്ക്സ് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റിൻ്റെ 25% ഓഫീസ് എക്സ്പെൻസ് ആഡ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ സെയിൽസ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 50-യും 30-യും, അത് ലെസ് ചെയ്ത് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഇനിയൊന്നും പറയാനില്ല, ടോട്ടൽ പ്രോഫിറ്റുകളുടെ ടോട്ടൽ അടിക്കുക, എത്ര വരും, 4167. ദിസ് ഈസ് ദ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെയിൽസ് 25,000 വരും. സെയിൽസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, സെയിൽസിൽ മാറ്റം വരില്ല, എടുത്തെഴുതാം. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയലൊക്കെ അത്ര തന്നെ വരും, 6250, 5000 ഒക്കെ അങ്ങനെ തന്നെ എഴുതി. ദെൻ ഫാക്ടറി ഓവർഹെഡ് ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഇൻക്വയറി ചെയ്ത 4700 ഫാക്ടറി ഓവർഹെഡും ഓഫീസ് 4200 തന്നിട്ടുണ്ട്. നത്തിങ് ഗ്രേറ്റ്. അങ്ങനെ ചെയ്യുന്നു, ബാലൻസ് ചെയ്ത പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ അല്ലേ, പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 4750. നമ്മൾ റീകൺസിലിയേഷനും കൂടെ ചെയ്യുന്നു. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ റീകൺസിലിയേഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ അല്ലേ, അതും കൂടെ ചെയ്യേണ്ടി വരും, ഒരു ഹൈഡ് ചെയ്തിട്ട്. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ് എടുക്കുന്നു 4687. ഇനി വ്യത്യാസം ഉണ്ടാക്കുന്ന 2 ആയിട്ടുള്ളൂ. ഒന്ന് ഫാക്ടറി ഓവർഹെഡ് ഇവിടെ 4800 എടുത്ത്, എന്നാൽ ഫാക്ടറി ഓവർഹെഡ് ഇവിടെ എത്ര എടുത്ത്, 5000. ഓക്കെ അല്ലേ, അപ്പോൾ കോസ്റ്റിങ്ങിൽ നിന്ന് എത്ര കുറച്ചിട്ടുണ്ട്, 5000 കുറച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലിൽ നിന്ന് എത്ര കുറച്ചിട്ടുള്ളൂ, 4700. അപ്പോൾ അധികമായിട്ട് ഇവിടെ നിന്ന് കുറച്ചിട്ടുണ്ട് 200 രൂപ കോസ്റ്റിങ്ങിൽ. ആ 200 രൂപ അധികമായി കുറച്ചത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. കണ്ടില്ലേ, അതിന് നമ്മൾ എന്ത് പറയും, ഓവർ അബ്സോർപ്ഷൻ ഓഫ് വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയും അല്ലേ. കോസ്റ്റിങ്ങിൽ അബ്സോർബ് ചെയ്ത് 5000 ആണ്, അപ്പോൾ ഓവർ അബ്സോർപ്ഷനാണ്. ഫിനാൻഷ്യൽ ഇങ്ങടുത്ത് ഓഫീസ് ഓവർഹെഡ് 4200, മറ്റടുത്ത് എത്രയാണ്, ഓഫീസ് 4063. അത് നേരെ ഓപ്പോസിറ്റാണ്, എന്താ, അണ്ടർ അബ്സോർപ്ഷനാണ്. ആ ഡിഫറൻസ് 137 ലെസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കിട്ടും. ഈ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടും. That's all.